അപ്പോൾ ഗൈസ് ഡേ 3 സേഫ് ആൻഡ് സെക്യൂർ ആണ്. ഒരു പ്രശ്നങ്ങളും ഇല്ല. അമ്മയും അപ്പായും ജിമ്മിയും ലക്കി എല്ലാവരും സേഫാണ്. പിന്നെ ഒരു ഗുഡ് ന്യൂസ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിന്ന് വെള്ളം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ രാത്രിയിൽ സർവേ ചെയ്തത് ഞങ്ങൾക്ക് കഴിഞ്ഞ 2018 നടന്ന പോലെ തന്നെ കറണ്ടൊന്നും ഇല്ലാത്തത് കൊണ്ട് ക്യാൻഡിലൊക്കെ വെച്ച് നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി അങ്ങനെ അടിപൊളിയായിരുന്നു. എല്ലാവരും ഒന്നിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ച്. പക്ഷേ ഇപ്പോൾ ഞാനിവിടെ ആലപ്പുഴയിലാണ്. അപ്പോൾ ഇപ്പോൾ അവിടെ വെള്ളം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കുഴപ്പമൊന്നുമില്ല. ഇനി ഈ സമയത്ത് വേണം നമ്മുടെ ഈ പാറ്റേനെയും പല്ലീനെയും അതിൻ്റെ എട്ടുകാലീനെയും പഴുതാരനെയും എല്ലാത്തിനും അടിച്ചിറക്കാം. പിന്നെ നമ്മുടെ വീട്ടിൽ ഒരു അരണക്കുഞ്ഞ് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പിന്നെ നമ്മുടെ ആ തേള് എവിടെ പോയി നമ്മൾ ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല. ആ തേളിനെ നമ്മൾ ഒരു പ്രാവശ്യം കണ്ടുള്ളൂ. അതിന് പിന്നെ അത് എങ്ങോട്ട് പോയെന്ന് നമുക്ക് അറിയത്തില്ല. അതിനെ തപ്പിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ വീട്ടിൽ നിന്ന് വെള്ളം ഇറക്കിക്കൊണ്ടിരിക്കുന്ന വിഷ്വൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് ദേ അത്യാവശ്യം വെള്ളമൊക്കെ നമ്മുടെ വീടിൻ്റെ അകത്തുനിന്ന് പുറത്തോട്ട് ഇറങ്ങി കേട്ടോ. ദേ ഇപ്പം നമ്മുടെ ആ ഒരു പടിയില്ല, പടിയുടെ അപ്പുറത്ത് വരയ്ക്കും എത്തി വെള്ളം. നമ്മുടെ വീട്ടിൽ നേരത്തെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു വീടിനകത്തൊക്കെ വെള്ളം കയറിയത്. പിന്നെ ഇന്നലെ രാത്രി ആയപ്പോൾ കുറച്ചും കൂടെ അധികം വെള്ളം കയറിയായിരുന്നു. സ്റ്റെയർ കേസിൻ്റെ ഒരു 2 സ്റ്റെപ്പൊക്കെ കയറി. പക്ഷേ ഇന്ന് രാവിലെ ആയപ്പോഴേക്കും വെള്ളമൊക്കെ നന്നായിട്ട് കുറഞ്ഞു. പക്ഷേ എങ്കിലും നമ്മൾ സാധനങ്ങളൊന്നും താഴോട്ട് ഇറക്കിയിട്ടില്ല കേട്ടോ. നമ്മൾ ഈ വെള്ളം കയറി അത്രയും ഭാഗം നമ്മൾക്ക് നല്ലതായിട്ട് ചെളിയായിട്ട് നിറഞ്ഞു നിൽക്കുകയാണ്. ഇപ്പോൾ ഈ അടുക്കളയുടെ ഭാഗത്തൊക്കെ കുറച്ച് ഉണ്ടെങ്കിലും നമ്മുടെ ഹോളിനോട് ചേർന്ന് ദേ ഇപ്പോൾ കണ്ടില്ലേ, ഞങ്ങൾ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ബക്കറ്റൊക്കെ വെച്ച് നല്ല വെള്ളം വെച്ച് അതിനെ അടിച്ചിറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഈ ഒരു ഹോളിൻ്റെ ഏരിയ മാത്രമാണ് ഞങ്ങളൊന്ന് വൃത്തിയാക്കിയത്. ഇനി അവിടുന്ന് അങ്ങോട്ടുണ്ട്, അതായത് 2 റൂമും. ആ റൂമിൻ്റെ സൈഡിൽ കിടക്കുന്നത് കണ്ടോ ഗൈസ്, ചെളി വെള്ളം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണോ അകത്ത് കയറിയത് അതൊക്കെ അതെ ചെളി നിറഞ്ഞങ്ങ് കിടപ്പുണ്ട്. ഇത്രയും ചെളി നമ്മൾ ശരിക്കും പറഞ്ഞാൽ വെള്ളം ഇറങ്ങുമ്പോൾ അടിച്ചിറക്കേണ്ടതായിരുന്നു. പക്ഷെ എങ്കിലും ഞങ്ങളെ കൊണ്ടൊന്നും പറ്റുന്നില്ലായിരുന്നു. മാക്സിമം നമ്മൾ ചെയ്യാനായിട്ട് നോക്കി. ഇനി നമ്മളെല്ലാം കൂടെ ഒന്ന് അടിച്ചിറക്കി പുറത്താക്കണം. ഇതിൻ്റെ ഇടയിൽ നമുക്ക് കയറി വന്ന ആ ഒരു ജീവികളൊക്കെ എവിടെയാണെന്നാണ് ഇപ്പോൾ തപ്പിക്കൊണ്ടിരിക്കുന്നത്. അതിനെയൊന്നും കാണുന്ന പോലും ഇല്ല. പിന്നെ കണ്ടില്ലേ, വെള്ളം കയറുന്ന പ്രതീക്ഷിച്ച് ഞങ്ങളിത് കട്ടിലൊക്കെ 4 ചൂളയിലൊക്കെ കയറ്റി ഇങ്ങനെ വെച്ചേക്കുവാണ്. പിന്നെ ഇന്നലത്തെ രാത്രിയിലെ വിശേഷം ഗേസ്, നമ്മൾ മോളിലാണ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, ഇത് നമ്മുടെ മോളിലത്തെ ഏരിയ ആണ്. അപ്പോൾ ഇവിടെയാണ് ഇപ്പോൾ കുക്കിങ്ങും എല്ലാം നടക്കുന്നത്. നമ്മുടെ ലക്കിയും ജിമ്മിയും ഒക്കെ ഇതിലെ കൂടി ഇങ്ങനെ ഓടി നടപ്പുണ്ട്. പിന്നെ നമ്മൾ ക്യാൻഡിൽ വെച്ചിട്ടാണ് നമ്മൾ സർവേ ചെയ്യുന്നത്. അവിടെയാണ് കുക്കിംഗ് ഐറ്റംസ് ഒക്കെ അമ്മ സെറ്റ് ചെയ്തത്. സോ നമ്മൾ രാത്രിയിലത്തെ ഫുഡും കാര്യങ്ങളും ഒക്കെ നമ്മളിവിടെ ഒന്നിച്ചിരുന്നാണ് ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് ഒരുപാട് നന്ദി. ഞങ്ങളെല്ലാവരും സേഫ് ആൻഡ് സെക്യൂർ ആണ്. ഇനിയിപ്പം നമ്മൾ പതുക്കെ ഓരോന്ന് താഴോട്ടെടുത്ത് വെക്കാൻ പോകണു, എല്ലാം വൃത്തിയാക്കണം. ഇനിയാണ് മെയിൻ കാര്യം. അതായത് വലിയ കാര്യമല്ല, എന്നാലും ഞാൻ സഞ്ജുവിൻ്റെ വീട്ടിലാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ സഞ്ജുവിൻ്റെ റൂമിലാണ് ഇപ്പോൾ ഉള്ളത്. എനിക്ക് ചെറിയൊരു OCDയുടെ പ്രശ്നമുണ്ട്. വേറെ ഒന്നുമല്ല, അത്രയും വലിയ കാര്യമായിട്ട് അങ്ങനെ ഇങ്ങനെ നിൽക്കണമെന്നൊന്നുമില്ല. പക്ഷെ എങ്കിൽ പോലും കുറച്ച് ക്ലീൻ അല്ലാത്ത ഭാഗങ്ങളൊക്കെ അത് അവരോട് പറയുന്നതിനേക്കാളും നല്ലത് നമ്മൾ തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു അറ്റംപ്റ്റ് ഞാൻ ഈ റൂമിൽ നടത്താൻ പോകണം. അപ്പോൾ ഈ റൂം ഇരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നിന്നാണ് അവൻ്റെ റൂം തുടങ്ങുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ സാധനങ്ങളൊക്കെ ഇരിക്കുന്നത്. ഇവിടെ കുറേ പേപ്പേഴ്സും കാര്യങ്ങളും, പിന്നെ ഇതൊക്കെ എന്താണെന്ന് എനിക്കറിയത്തില്ല. ഇങ്ങനെ കുറേ സാധനങ്ങൾ. പിന്നെ ഈ പറഞ്ഞ പോലെ ഇവിടെ ഇങ്ങനെയൊക്കെയാണ് കിടക്കുന്നത്. അപ്പോൾ ഓഫ് കോഴ്സ് ബോയ്സ് റൂം എല്ലാവരുടെയും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ സഞ്ജുവിൻ്റെ റൂം അങ്ങനെയാണ്. അപ്പോൾ ഇനി ഈ വക സാധനങ്ങളൊക്കെ എടുത്ത് കളഞ്ഞ് ഈ ബെഡ്ഷീറ്റ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു ഞാൻ പോയിട്ടിപ്പോൾ ഒരു 1.5 മാസമായി. അപ്പോൾ ഈ ബെഡ്ഷീറ്റ് നമ്മളിപ്പോൾ മാറ്റണം. അങ്ങനെ കുറച്ചൊന്ന് ക്ലീൻ ആക്കണം. കാരണം എനിക്ക് എന്തോ ഇങ്ങനെ വലിയ ഇതോ ഒന്നും ഭയങ്കര ക്ലീൻ ആൻഡ് പെർഫെക്റ്റ് ആയിട്ട് കിടക്കണമെന്നല്ല. പക്ഷെ എങ്കിൽ പോലും കുറച്ച് സെറ്റായിട്ട് ഇരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എന്നാലും എനിക്കൊരു പോസിറ്റീവ് ഫീലൊക്കെ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അത് കാരണമാണ് ഞാനിപ്പോൾ ഇതൊക്കെ അടുക്കി പെറുക്കി വെക്കാൻ പോകുന്നത്. അപ്പോൾ അതല്ലെങ്കിൽ പിന്നെ ഭയങ്കര അവിടെ കാണുമ്പോൾ അങ്ങനെ, ഇവിടെ കാണുമ്പോൾ ദേ ഈ പറഞ്ഞ പോലെ ദേ ഇങ്ങനെ കിടക്കണേ. പിന്നെ അവിടെ ഇങ്ങനെ കുറച്ച് ഡ്രസ്സ് അത് ഇതൊക്കെ എനിക്കിങ്ങനെ അടുക്കി പറക്കി വെച്ചില്ലെങ്കിൽ എന്താണെന്ന് ഇതിലൊരു സമാധാനമില്ല. അതുകൊണ്ടാണ്. അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇങ്ങനെയൊക്കെ കിടക്കുന്നത് പിന്നെ സഹിക്കാം. പക്ഷേ ദേ ഇത് നാരൂട്ടോയുടെ ഈ രോമാണ് ദേ ഇവിടെ എല്ലാം ഇങ്ങനെ കിടക്കുന്നത്. കണ്ടില്ലേ ഗേസ്, കണ്ടില്ലേ? ഇതാണ് എനിക്ക് ഏറ്റവും ദേഷ്യമുള്ളൊരു കാര്യം. അതായത് എവിടെ നോക്കിയാലും ഇവിടെ ഇങ്ങനെ അവിടെ എല്ലാം കാണും. എനിക്ക് ഏറ്റവും ദേഷ്യമുള്ള ഒരു കാര്യമാണ് ഈ നാരൂട്ടോയുടെ രോമം റൂമിൽ കിടക്കുന്നത്. സമ്മതിച്ച് അത് പട്ടിയാവുമ്പോൾ രോമമൊക്കെ വരും. പക്ഷേ
നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അത് ക്ലീൻ ആക്കണമെന്നേ. അത് ക്ലീൻ ആക്കിയില്ലെങ്കിൽ ഇത് ഈ പറയുന്ന പോലെ ഇങ്ങനെ കറങ്ങി നടക്കും, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇങ്ങനെ നമ്മുടെ റൂമിൽ, നമ്മുടെ ഡ്രസ്സിൽ, നമുക്ക് എവിടെയും പുറത്തു പോകാൻ പറ്റില്ല. അതായത് പട്ടികളുള്ളവർക്കറിയാം, നമുക്ക് അങ്ങനെ നമ്മുടെ ദേഹത്ത് എല്ലാം അതിൻ്റെ രോമവും കാര്യങ്ങളും കാണും. അപ്പോൾ വൺസിനെ വയൽ നമ്മൾ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റിയില്ലെങ്കിൽ ഭയങ്കര സീനാന്നേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് എന്നാൽ പിന്നെ റൂമൊക്കെ ഒന്ന് ക്ലീൻ ആക്കാൻ. കണ്ടില്ലേ, ഈ നോക്കുന്നിടത്ത് എല്ലാം ഉണ്ടാവും. ഈ തറയിലും ഈ പറയുന്ന ഇവിടെ ഇങ്ങനെ കുന്നുകൂടി കിടക്കും അതും. അപ്പോൾ ഒരു പണി എടുക്കട്ടെ. അപ്പോൾ ഇവിടെയും കൂടെ ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അപ്പം അതൊക്കെ ഒന്ന് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. വൈ ഗൈസ് വൈ ബോയ്സിന് ഇതിനൊരു 10 മിനിറ്റ് മതി ഇതൊക്കെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടി. പക്ഷേ ബോയ്സ് ഇങ്ങനെ ചെയ്യത്തില്ലെന്നേ. എല്ലാവരും ആണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ചില ആൾക്കാർ അങ്ങനെ ഒന്ന് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് സെറ്റാക്കാം അങ്ങനെയൊന്നും ചെയ്യത്തില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള ബിസിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇതായിട്ട് പറയുന്നതല്ല, പക്ഷെ ഇനിയെങ്കിലും ഇതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് രോഗങ്ങളിൽ നിന്നൊക്കെ ബെറ്റർ ആവും. കാരണം ഇതിൻ്റെയൊക്കെ ഒരു ബെഡ്ഷീറ്റ് തന്നെ നോക്കിയാൽ മതി. കണ്ട ഈ ബെഡ്ഷീറ്റ് തന്നെ നോക്കുവാണെങ്കിൽ ഇതിൻ്റെ അകത്ത് നിറച്ചും ഈ രോമത്തിലാണ് നമ്മൾ കിടന്നുറങ്ങുന്നത് വരെ. പക്ഷെ അതൊക്കെ ഭയങ്കര ഹെൽത്ത് വെച്ച് നോക്കി കഴിഞ്ഞാൽ അതൊക്കെ ഭയങ്കര സീനാണ്. അപ്പോൾ നമ്മൾ ഇതൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ സെറ്റ് ചെയ്ത് കാണിച്ചു തരാം ഗൈസ്. അപ്പോഴാണ് ഞാൻ ഒരു കാര്യം ആലോചിച്ചത്, ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല. ഇപ്പം സമയം കണ്ട 3 മണിയാവുന്നു. അപ്പോൾ 3 മണിയായി, എനിക്ക് വിശക്കുന്നു. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് പണിയെടുക്കാം, അല്ലെങ്കിൽ വിശക്കും. അപ്പോൾ കേസ് മീനും കൂട്ടി ഞാനൊരു പിടി പിടിക്കാൻ പോവാണ്. അപ്പം കുറച്ച് ആരോഗ്യവതിയായിട്ട് വരട്ടെ, എന്നാലേ എനിക്ക് ഒരു മൂഡ് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് വിശന്നിട്ട് എനിക്ക് ഭ്രാന്ത് പിടിക്കും. കാരണം ഇത്രയും സാധനങ്ങൾ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഈ ദൈവമേ ഇനി ഇതെല്ലാം കൂടെ സെറ്റ് ചെയ്ത് എടുക്കണമല്ലോ എന്നായിരുന്നു. അപ്പോൾ എന്തായാലും വിശപ്പ് ആദ്യം അടക്കട്ടെ, എന്നിട്ട് നമുക്ക് പണിയെടുക്കാം. അങ്ങനെ കേസ് പണിയായുധങ്ങളുമായിട്ട് ഞാൻ ദേ റൂമിലോട്ട് കയറി. വേസ്റ്റ് ഇടാനുള്ള ഒരു ബാസ്ക്കറ്റ് ഞാൻ എവിടുന്ന് കണ്ടുപിടിച്ചു, പിന്നെ ഒരു ചൂലും, പിന്നെ ദേ എനിക്കൊരു വെള്ളവും. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര ദാഹമാണ്, അപ്പോൾ ഒരു രക്ഷയില്ല. അപ്പോൾ എന്തായാലും വെള്ളം ഇരിക്കട്ടെ സൈഡിൽ. ഞാൻ എവിടെ നിന്ന് തുടങ്ങുമെന്നാണ് ആലോചിക്കുന്നത്. ക്ലീൻ ആക്കിയിട്ട് അടിച്ചു വരണ ഭ്രാന്ത് പിടിക്കുന്ന കേസ്. അപ്പോൾ ഇങ്ങനെ തുടങ്ങല്ലേ, നമുക്ക് ആദ്യം ഇവിടെയുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആക്കാം. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോയ്ക്ക് അത് കാണാൻ പറ്റുന്നൊന്നും അറിയത്തില്ല, ഞാൻ കാണിച്ചു തരാം. നല്ല പൊടിയാണ്, അതായത് ഇത് കാണുന്നുണ്ടോ, നല്ല പൊടിയാണിത്. പൊടിയും പൂടിയും നരുട്ടോടെ ഇതും അതും എല്ലാം ഉണ്ട്. ഐശ്വര്യമായിട്ട് അവൻ വർക്ക് ചെയ്യുന്ന പ്ലേസ് തന്നെ ക്ലീൻ ആക്കി എടുക്കാം. ഇതൊക്കെ നാളെ കാണാണ്ട് പോയി എന്നെ തന്നെ ചീത്ത പറയും. പക്ഷെ ഞാൻ ഇതെല്ലാം എടുത്ത് ഒരു സൈഡിലോട്ടേ വെക്കുന്നുള്ളൂ. വേണ്ടാത്ത കവർ മാത്രം കളയുന്നു. ഒറ്റ പേപ്പർ പോലും ഞാൻ കളയാതെ ഞാൻ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് ആ ഡ്രോയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. നാളെ ഇനി തപ്പി നടക്കണ്ടല്ലോ. ഈ വലിച്ചു വാരി ഇടാനൊരു കഴിവ് വേണേ. കാരണം ഇത് എങ്ങനെ ഇതൊക്കെ ഇത്രയും പുറത്തിറങ്ങിയെന്ന് എനിക്ക് തന്നെ മനസ്സിലാവണില്ല. എനിക്കൊന്ന് ഒരാഴ്ചയായും തോന്നും ഈ ഗ്ലാസ് ഇവിടെ ഇരിക്കുന്നത്. വാട്ട് ടു ഡു, ഒരെണ്ണം കൂടി ഉണ്ട്. അങ്ങനെ ഒരു തുണി എടുത്തിട്ടുണ്ട്. അവൻ്റെ തന്നെ ഒരു ടീഷർട്ടാണ്, പക്ഷെ ക്ലീൻ ചെയ്യാൻ ഉപകാരപ്പെടും. ഇത് കാണുന്ന സഞ്ജയനോട് എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, വൺസ് ഇൻ എ വൈൽ നീയും ക്ലീൻ ചെയ്യണം കേട്ടോ. എനിക്ക് വേറൊന്നും പറയാനില്ല. ഈ ഒരു ടേബിളിന്റെ മുകളിൽ ഇല്ലാത്തായിട്ടുള്ള ഒരു സാധനം ഇല്ലെന്ന് എനിക്ക് അടുക്കി പറക്കി വെച്ചപ്പോൾ മനസ്സിലായി. കാരണം കേബിള്, ചാർജർ, പിന്നെ അവൻ്റെ ക്യാമറയുടെ കുറേ ആക്സസറീസ്, പിന്നെ എന്താ പറയുക മൈക്ക്, പിന്നെ സിം കാർഡ്, പിന്നെ അവൻ്റെ കുറച്ച് മുടി അവിടെ കിടപ്പുണ്ടായിരുന്നു, അത് എന്ന് വേണ്ട പേന, കത്തി, പിച്ചാത്തി എന്ന് വേണ്ട എല്ലാവിധ സാധനങ്ങളും അവിടെ ഉണ്ടായിരുന്നു. പറഞ്ഞാലേ ഒരാഴ്ചയിലൊരു ശനി ഞായറുള്ളതിൽ ഒരു ദിവസം നമുക്കൊന്ന് റൂം ക്ലീൻ ചെയ്യാൻ എടുത്താൽ അടിപൊളിയായിരിക്കും. അത് ഞാൻ റൂം ക്ലീൻ ചെയ്യാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ്. എന്ന് വെച്ചാൽ ഒരു ദിവസം മതി, ഒരാഴ്ച ഒരു ദിവസം ഒന്ന് മെനക്കെട്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് തന്നെ അടുത്ത ആഴ്ച ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഇതൊക്കെ കാണുമ്പോൾ വാവ് അടിപൊളി, ഭയങ്കര പോസിറ്റീവ്. പക്ഷെ അങ്ങനെ ഇല്ലാത്തവരോടും പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ഞാൻ വീണ്ടും അടുക്കി പറക്കി ഒതുക്കാൻ തുടങ്ങി. കുറച്ചൊക്കെ തൂത്ത് തുടച്ചൊക്കെ വെച്ച്. ഇതാണ് നമ്മുടെ ടിവിയുടെ ബാക്ക് സൈഡ്. കുറേ നാൾക്ക് ശേഷം അടിച്ചു വൃത്തിയാക്കുന്ന പോലെ ഉണ്ടല്ലേ, അത്ര അധികം പൊടി. ഇത് പെട്ടെന്ന് ഇവിടെ പൊടിയൊക്കെ വരും കേട്ടോ. പിന്നെ നരുട്ടയും കൂടെ ഉള്ളതുകൊണ്ട് പറയണ്ട. ഇതൊക്കെ നമ്മളെ കൊണ്ട് ഈസി ആയിട്ട് കളയാൻ പറ്റുമെന്നേ.
ഒന്ന് ഒരു എന്താ പറയുന്നത്, ഒരു അരമണിക്കൂർ നമുക്ക് വേണ്ടി ഒന്ന് സ്പെൻഡ് ചെയ്താൽ മതി ഡെയിലി. ഇനി ഡെയിലി പറ്റില്ലാത്തവർക്ക് ഒരു ശനിയും ഞായറിൽ ഒരു ദിവസമെങ്കിലും ഒന്ന് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ റൂം തന്നെ ഒരു അടിപൊളിയായിട്ട് ക്ലീൻ ആയിട്ടൊക്കെ ഇരിക്കുന്നതാണ്. ഞാൻ ഈ പറയുന്നതിൽ നിങ്ങൾക്ക് ചെറുതായിട്ട് യോജിക്കാനൊക്കെ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നില്ലേ? എങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട, വിത്തൗട്ട് എനി ഡിലേ നിങ്ങളും തുടങ്ങിക്കോ റൂം വൃത്തിയാക്കാൻ. നമ്മുടെ ഹൈജീൻ്റെ ഒരു ഭാഗം റൂം ക്ലീൻ ആക്കലും കൂടെയാണ് കേട്ടോ. ഇത് ഞാൻ വെറുതെ പറയണതല്ല, നമുക്ക് എന്തൊരു പോസിറ്റീവ് ആണെന്നറിയോ. വൺസ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുമ്പോഴേ മനസ്സിലാവത്തുള്ളൂ. അന്ന് രാത്രി നമ്മൾ ആ വൃത്തിയാക്കിയ റൂമിൽ കിടന്നുറങ്ങുന്നതിൻ്റെ ഒരു ഫീല് അത് നമ്മൾ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. പിന്നെ വേറൊരു കാര്യം, നമുക്കേ അറിയത്തുള്ളൂ നമ്മുടെ സാധനങ്ങളൊക്കെ എവിടെയാണെന്ന്. അതുകൊണ്ട് നമ്മൾ അമ്മമാരെ ഒന്നും ബുദ്ധിമുട്ടിക്കാൻ നിൽക്കേണ്ട, തന്നെ എക്സ്പീരിയൻസ് ചെയ്തു. സ്വാഭാവികം, ഇതൊന്നും നിങ്ങൾ കാര്യമേ ആക്കരുത്. കാരണം ഇതിനും അപ്പുറത്താണ് നമ്മുടെ അമ്മമാര് കഷ്ടപ്പെടുന്നത്. എനിക്ക് അത്ര വലിയ അത്രയും ക്ലീൻ ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിടക്കണമെന്നൊന്നും ഇല്ല. പക്ഷെ ഈ കുറെ പൊടിയും പൂടിയൊക്കെ ഉള്ളൊരിതേ ഭയങ്കരമായിട്ട് രാത്രിയാകുമ്പോ എനിക്ക് തുമ്മൽ വരും. അതെന്താന്ന് അറിയത്തില്ല, നിങ്ങൾക്കും ഉണ്ടാ? രാത്രിയാകുമ്പോ, പ്രത്യേകിച്ച് രാത്രിയിലാണ്, ആ സമയത്ത് തുമ്മലൊക്കെ ഭയങ്കര തുമ്മി ഉപ്പാടുള്ളതും അമ്മ ഒരു തുമ്മലായിരിക്കും. അപ്പം കൂടെ കണ്ട കുപ്പിയിലാട്ടാ, കുപ്പിയിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെയാണ് വെള്ളം കുടിക്കുമ്പം ഈ രോമമൊക്കെ വയറ്റി പോയി കഴിഞ്ഞാൽ എന്തൊക്കെ വരുമെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ തന്നെ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്ക് ഗൈസ്. അപ്പോൾ നമ്മളിവിടെ ഓൾമോസ്റ്റ് നമ്മൾ ക്ലീൻ ആക്കിയിട്ടുണ്ട്, പൊടിയും കാര്യങ്ങളും എല്ലാം കളഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴോട്ട് പോകണം. അതിനു മുമ്പ് ഇതിൻ്റെ സൈഡിൽ, അതായത് നമ്മുടെ ഈ ഇതൊക്കെ കിടക്കുന്ന ഈ പൂടയും അതേപോലെ ഇനി ഇതൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. കണ്ട കാണാൻ പറ്റുമോ എനിക്ക്? ഇത് മാറ്റിക്കഴിഞ്ഞാൽ കാണാം ഇതിനകത്ത് എത്രമാത്രം പൂടയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ ഇനി ഈ ഒരു ഭാഗം കൂടെ ഒന്ന് ക്ലീൻ ആക്കട്ടെ. അപ്പോൾ അതും കൂടെ ക്ലീൻ ആക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് പിന്നെ ആ സൈഡ്, ആ ഒരു സൈഡിൽ നിന്ന് സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് ഇറക്കാം. അപ്പോൾ അപ്പോഴേക്ക് ഈ ഒരു ഭാഗം അങ്ങ് ഒതുങ്ങി കിട്ടും. പിന്നെ ഇവിടെ കുറച്ച് പൂടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും എന്താണെന്നറിയോ, ഒന്ന് നമ്മൾ ക്ലീൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ പിന്നെ എനിക്ക് എല്ലാം മുക്കുമ്പോൾ ആദ്യം ഓർത്തൊന്ന് ജസ്റ്റ് ഒന്ന് ഒതുക്കാൻ മതിയെന്ന്, പിന്നെ ഓർത്ത് എന്നാൽ പിന്നെ എന്തായാലും തുടങ്ങിയതല്ലേ, ബാക്കി എന്നാൽ കാര്യമായിട്ടങ്ങ് ചെയ്തേക്കാന്ന്. ഇനി വേറൊരു വലിയ കാര്യം എന്ന് പറഞ്ഞാൽ, ഇതൊക്കെ കാണുമ്പം ഒരാളിപ്പം സഞ്ജു ഇപ്പോൾ പുറത്തു പോയെന്ന് പറഞ്ഞാൽ കരുനാഗപ്പള്ളിയിലോ അവിടെ എങ്ങോട്ട് പോയേക്കുവാണ് സഞ്ജുവും പപ്പായും കൂടെ. ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊക്കെ കണ്ട് അവനിങ്ങനെ കയറി വരുമ്പോൾ ഒരു മാറ്റവും ഇല്ലാത്ത പോലെ ആയിരിക്കും എക്സ്പ്രസ് ചെയ്യാൻ പോകുന്നത്. ഇതൊക്കെ ഇങ്ങനെ തന്നെ ആയിരുന്നില്ലേ? ഇത് കാണുമ്പോഴാണ് എനിക്ക് ദേഷ്യം വരുന്നത്. അതായത് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ഓക്കെ വൃത്തിയാക്കി ഇട്ടേക്കാം, ഇവിടെയൊക്കെ കണ്ട ഇതുപോലെ വൃത്തിയാക്കി ഇട്ടേക്കാം. ഇങ്ങനെയൊക്കെ വിചാരിച്ച് നമ്മൾ ചെയ്യുമ്പോൾ ആള് കയറി വന്നിട്ട് ബെഡ്ഷീറ്റ് മാറ്റിയോ അതായിരിക്കും ചോദിക്കാൻ പറഞ്ഞത്. കാരണം ബെഡ്ഷീറ്റ് ഇതാണല്ലോ. അപ്പോൾ ഈ ഇതിന്റെ കളർ മാറ്റുമ്പോൾ ആൾക്ക് കണ്ണി കാണുന്നത് ബെഡ്ഷീറ്റ് ആയിരിക്കും. അല്ലാണ്ട് ഈ കണ്ണി കാണുന്നത് ആ കിടക്കുന്ന അവിടെ മൂലയിൽ കിടക്കുന്ന പൊടിയോ ഇതോ ഈ ചപ്പ് ചവറുകളോ ഇതൊന്നും ആള് കാണാൻ പോകുന്നില്ല. ബെഡ്ഷീറ്റ് മാറ്റിയോ എന്നായിരിക്കും ആദ്യം ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തായാലും അവൻ വന്നിട്ട് അവൻ്റെ എന്തായിരിക്കും അവൻ്റെ ഫീഡ്ബാക്ക് എന്ന്. പക്ഷേ ഗെസ്, നമ്മളെല്ലാ കാര്യങ്ങളെയും ചെയ്യുമ്പോൾ നമ്മുടെ കൂടെയുള്ള ആൾക്കാർ നല്ല ഭംഗിയുണ്ട് കേട്ടോ, ഇപ്പം ഇത്തിരി വൃത്തി ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ എന്തൊരു സുഖമാണെന്നറിയോ. അങ്ങനെയൊക്കെ ഒരു ഫീഡ്ബാക്ക് നിങ്ങളാണെങ്കിലും കൊടുക്കണമെന്നേ. അങ്ങനെ പറഞ്ഞ് കേൾക്കുമ്പോഴാണ് നമുക്കൊരു വീണ്ടും ഒന്നും കൂടെ വൃത്തിയാക്കിയിടാം. അപ്പോൾ അവൻ്റെ ഇത് അത് ഓക്കെ നല്ലതാണെന്നൊക്കെ പറയുമല്ലോ. അത് കേൾക്കുമ്പോൾ നമുക്കൊരു ഒരു എന്തെന്നില്ലാത്ത ഒരു സന്തോഷമാണ്. കാരണം നമുക്ക് വേറൊന്നും വേണ്ട, അവരുടെ വായന ഇതൊക്കെ നല്ല രസമാക്കി ഇട്ടിട്ടുണ്ടല്ലോ, ആ ഒരു സാധനം മാത്രം മതി. നമ്മളിവിടെ എല്ലാം വൃത്തിയാക്കി പൊന്നു പോലെ അടിച്ച് തുടച്ചങ്ങ് ഇട്ടേക്കും. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ പാർട്ട്നേഴ്സ് ആരെങ്കിലും അല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലും, ഇപ്പം അമ്മ ആയിക്കോട്ടെ, നമ്മുടെ കൂടെ ആരെങ്കിലുമൊക്കെ അവിടെ നമ്മുടെ റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടുമ്പോൾ കൊള്ളാലോ നല്ല രസമുണ്ടല്ലോ, ഇപ്പോഴാട്ടോ ഒന്ന് വൃത്തിയായത്, സെറ്റായി, സൂപ്പർ അമ്മ അടിപൊളി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണെന്ന്. എന്നാൽ എനിക്കിപ്പോൾ കിട്ടാത്തൊരു സാധനം മനസ്സിലായപ്പോഴാണ് അതിൻ്റെ വിലയൊക്കെ മനസ്സിലായത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു പാർട്ണറും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ അമ്മയൊക്കെ ഇങ്ങനെ ക്ലീൻ ആക്കുമ്പോൾ നിങ്ങളും ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കണം, അത് അവർക്കൊരു സന്തോഷമാണ്. ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി ബാക്കി കൂടെ സെറ്റ് ചെയ്യട്ടെ. അപ്പോൾ ആദ്യം തന്നെ ഈ പൊടിയും എല്ലാം ഒന്ന് അടിച്ചിറക്കി താഴോട്ടിടാം, എന്നിട്ട് വേണം നമുക്കൊന്ന് അടിച്ച് വാരാനായിട്ട്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ കസേരയൊക്കെ ഒന്ന് ക്ലീൻ ആക്കി, പിന്നെ ആ പെട്ടിയൊക്കെ ഒന്ന് തട്ടി തുടച്ച്, അത് കഴിഞ്ഞിട്ടാണ് ആ കൂളറിൻ്റെ സൈഡിലോട്ടൊക്കെ വരാമെന്ന് വിചാരിച്ചപ്പോൾ അവിടെ എല്ലാം നിലത്ത് പൂട കണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് അടിച്ച് വാരി വൃത്തിയാക്കി, പിന്നെ അതിൻ്റെ മുകളിലിരിക്കുന്ന ടിഷ്യൂ പേപ്പർ എല്ലാം മാറ്റി, പിന്നെ അത് നോക്കിയിട്ട് പൊങ്ങുന്നില്ല. ഓക്കെ, ഒരു വിധത്തിൽ ഞാനത് പൊക്കിയെടുത്ത് അപ്പുറത്ത് കൊണ്ട് വെച്ച്, എന്നിട്ട് പിന്നെയും ബാക്കിയുള്ളതെല്ലാം ഞാൻ ക്ലീൻ ആക്കി. ഇനി നമുക്ക് ഒന്ന് ഫുള്ളായിട്ട് കണ്ടാലാ
ഇതാണ് നരൂട്ടോയുടെ ആ സൈഡിൽ നിന്ന് കിട്ടിയ ആ പൂട. കണ്ടോ, ഇത്രയും പൂട അവിടെ നിന്ന് മാത്രമായിട്ട് കിട്ടിയത്. ബാക്കിയെല്ലാം അവിടെ എവിടെയും ചെതറി കിടപ്പുണ്ട്. അതെല്ലാം ഒന്ന് എടുത്ത് പിറക്കി വെക്കണം. പിന്നെ ഇങ്ങനെയാണ് ഇപ്പോൾ ഈ സൈഡ് നിൽക്കുന്നത്. അപ്പം എങ്ങനെയാ, തുടങ്ങാം അല്ലേ? വീണ്ടും ഞാൻ എൻ്റെ പണിയായുധമായിട്ട് ഞാൻ അപ്പുറത്തെ സൈഡിലോട്ട് പോയിട്ടുണ്ട്. അവിടെ നിന്ന് ഇനി എന്തൊക്കെയാണോ വരാനിരിക്കുന്നത് നോക്കട്ടെ. ആസ് യൂഷ്വൽ ഞാൻ പ്രതീക്ഷ തന്നെ. ഇതാണ് നരൂട്ടോയുടെ പൂട. എനിക്കിതൊക്കെ എന്ത് ദേഷ്യാണെന്നറിയോ? പിന്നെ എന്ത് ചെയ്യാനാ, അതിനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, പാവം. പക്ഷെ എന്ത് ചെയ്യാനാ ഗേസ്, എൻ്റെ ഉള്ളിലെ ധീരരോധനമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതും കേട്ടോണ്ടിരിക്കുന്നതും. എന്തോ നിധി കിട്ടിയ പോലെയാണ് ഞാനിത് പൊക്കിക്കൊണ്ട് വരുന്നത്. കിട്ടി ഗൈസ്, കിട്ടി. പക്ഷെ ഇതൊക്കെ താഴെ ഇടുന്നതിന്റെ അവസ്ഥയാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതൊക്കെ എടുത്ത് മൂളി വെച്ചാൽ പോരെ എന്നീ കുറെ വട്ടം ആലോചിച്ച്. ഇനി ഇതുപോലെ സാധനങ്ങളൊക്കെ കിട്ടിയാലോ എന്ന് വിചാരിച്ച് ഞാനും വീണ്ടും അടിച്ചു വാരിയൊക്കെ തുടങ്ങി. എന്നാലും ബോയ്സ് മാത്രമുള്ള റൂം ഒരു സീൻ തന്നെയാണെന്ന് ഞാൻ ഇതോടുകൂടി തീരുമാനിച്ചു. രണ്ടും കൽപ്പിച്ച് ഞാൻ ഈ ബെഡ്ഷീറ്റിനെ അങ്ങ് പുറത്താക്കി. അതിലത്തെ രോമ എൻ്റെ ദൈവമേ, അതിലെങ്ങനെ കിടന്നവൻ ഉറങ്ങുന്നെന്ന് ഞാൻ ആലോചിച്ച്. പറഞ്ഞിട്ട് എന്താ കാര്യം, ഇനിയിപ്പം ഞാൻ തന്നെ അതെല്ലാം എടുത്ത് മാറ്റി. ഇനി അവനത് ഉപയോഗിക്കത്തില്ലല്ലോ. അങ്ങനെ ഗേസ് വീണ്ടും താഴേന്ന് നേരത്തെ കണ്ട നിധി പോലത്തെ സാധനങ്ങളൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഞാൻ അതിനെ മൈൻഡ് ചെയ്തില്ല, കാരണം ഒന്ന് കണ്ടപ്പോൾ മതിയായി. ക്ലീനിങ് അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്കിങ്ങനെ ക്ലീനൊക്കെ ചെയ്ത് അടിച്ചു വാരി വൃത്തിയാക്കി അവിടെയൊക്കെ നന്നായിട്ട് ക്ലീനായിട്ടൊക്കെ ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടം. അത് എന്താണെന്ന് എനിക്കറിയത്തില്ല, ചിലവർക്ക് അങ്ങനെ ഉണ്ടെന്നേ. ചിലവർക്കത് കാണത്തില്ല, ചിലവർക്ക് പാത്രം കഴുകാനോ അല്ലെങ്കിൽ ഫുഡ് വയ്ക്കാനോ ഒക്കെ ആയിരിക്കും ഭയങ്കര ഇഷ്ടം. പക്ഷെ എനിക്ക് പൊതുവെ ഈ ക്ലീനിങ്ങിനോട് ഭയങ്കര താല്പര്യം. പക്ഷേ ഈ കുന്തം കണ്ടപ്പോൾ എൻ്റെ ഈശ്വര, ഇത് ഞാൻ എങ്ങനെ നീക്കി എടുക്കുമെന്നാണ് ഞാൻ ആലോചിച്ചത്. പക്ഷെ ഒരു വിധത്തിലൊക്കെ തള്ളി ഞാൻ മാറ്റി കേട്ടോ. വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല, എന്നാലും കയ്യും കാലും വെച്ച് ഞാൻ മാറ്റി. പക്ഷെ അതിൻ്റെ പിന്നിൽ ചെന്ന് നോക്കിയപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ അതേ സാധനം ഇവിടെയും കിടപ്പുണ്ട്. പിന്നെ ഒന്നും നോക്കിയില്ല, അതിലും കൂടെ അങ്ങ് എടുത്ത് തട്ടി പുറത്താക്കാന്നുള്ള ഉദ്ദേശമായിട്ട് ഞാൻ അങ്ങ് തുടർന്നു. പിന്നെ പാമ്പിനെയും പല്ലീനെയും പാറ്റനെയൊക്കെ പേടിയുള്ളത് കൊണ്ട് ആ ഒരു സാധനം ഒഴിച്ച് ബാക്കി എല്ലാം എനിക്ക് വലിയ പ്രശ്നമില്ല. ഈ സാധനമൊക്കെ നിസ്സാരം, ആ ഒരു മൈൻഡിൽ ഞാൻ അതൊക്കെ എടുത്ത് മാറ്റി. ഇത് തിരിച്ചു വെക്കാൻ നോക്കിയപ്പോഴാണ് വന്ന പോലെ അത്ര എളുപ്പമായിരുന്നില്ല പോയപ്പോൾ. എൻ്റെ അളിയ എന്നാ മ്യൂസിക് കൂടെ ഇടണമെന്ന് ഞാൻ ആലോചിച്ചായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, തട്ടി ഞാൻ കൊണ്ട് എത്തിച്ചു. ചെറിയൊരു ടേബിളും കൂടെ ആയാൽ നമുക്ക് ചാർജിനൊക്കെ ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ ടേബിൾ പണ്ട് ഇവിടെ കൊണ്ട് ഇട്ടത്. പക്ഷെ ഇപ്പോൾ ഓർക്കാ വെക്കേണ്ടിയിരുന്നില്ല എന്ന്. കാരണം ഇപ്പോൾ ചാർജിനും പകരവും ചീപ്പും കുപ്പിയും എല്ലാം ആയിട്ട് അതിൻ്റെ മുകളിലും ഇപ്പം പൂടയും കാര്യങ്ങളും വയ്ക്കുക. എന്തായാലും കുഴപ്പമില്ല. ഇനി അതിൻ്റെ അടിയൊന്ന് നോക്കട്ടെ. കണ്ടില്ലേ, അവിടെയും കിടക്കണേ. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇതിൻ്റെ എല്ലാം കാരണക്കായ ഒരുത്തനെ ഞാൻ ഈ സൈഡിൽ തന്നെ കൊടുത്തേക്കാം. കണ്ടില്ലേ, ആ നോട്ടം കണ്ടില്ലേ? എല്ലാം ചെയ്തിട്ട് ഒന്നും അറിയാത്ത പോലെ അവിടെ ഇരുന്ന് പാത്തിരുന്ന് നോക്കുക. പിന്നെ പാവം, അതിനെന്തറിയാം. എന്നാൽ ഈ കയറ്റുന്നവരാണെങ്കിലോ, ഈ റൂമിലോട്ട് കയറ്റുന്നവർക്ക് ഇതിൻ്റെ ഒരു മൈൻഡേ ഇല്ല. അവരെവിടെയോ ഇങ്ങനെ എൻജോയ് ചെയ്ത് നടക്കണം. ഈ റൂമിൽ നിന്നാണ് ഇത്ര അധികം സാധനം കിട്ടിയെന്ന് വെച്ചപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി കേട്ടാ. എന്തോരം പാട്ടകളാ, എന്തോരം കുപ്പയാണ് ആക്ച്വലി. ഇനി കുറച്ച് പൂട മാത്രമേ ഉള്ളൂ, അതും ലാസ്റ്റ് തട്ടി കയറ്റാം, കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ അടുത്ത സൈഡിലോട്ട് കടന്നിരിക്കുന്നു. ഇവിടെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു അവന് പുതിയതായിട്ട് വാങ്ങിച്ച ഡ്രസ്സിന്റെ കുറെ ടാഗുകളൊക്കെയാണ് കിടക്കുന്നതെന്ന് തോന്നുന്നു. എന്തായാലും കുറച്ച് വെള്ളം കുടിച്ച് ഞാൻ തുടങ്ങാം പരിപാടി. പക്ഷെ വൈ ബോയ്സ് വൈ, എന്തുകൊണ്ട് നിങ്ങൾ ഇതെല്ലാം നിലത്തോട്ട് വലിച്ചിടുന്നു? നമുക്ക് സൈഡിലൊരു ബാസ്ക്കറ്റ് ഉള്ളപ്പോൾ പിന്നെ എന്തിനിതെല്ലാം നിലത്ത് വലിച്ചിടുന്നു എന്ന് എനിക്ക് മനസ്സിലാവണില്ല. പക്ഷെ എന്തായാലും ഈ ഒരു വീഡിയോ കാണുന്നതോടുകൂടി സഞ്ജു വീണ്ടും അത് ചെയ്യത്തില്ല എന്ന ശുഭാപ്തി വിശ്വാസമായി ഞാൻ അതെല്ലാം ക്ലീൻ ആക്കുന്നു. ആസ് യൂഷ്വൽ ഇത് ഞാൻ ക്ലീൻ ആക്കാറുണ്ട് എപ്പോഴും, പക്ഷെ വീഡിയോ ആയിട്ട് ഞാൻ ഇതുവരെയ്ക്കും എടുത്തിട്ടില്ല. പക്ഷെ ഇതിൽ ഫസ്റ്റ് ടൈമാണ് ഞാനിങ്ങനെ എടുക്കുന്നത്. അപ്പം ഈ സൈഡിൽ നിന്നുള്ള സാധനങ്ങളെല്ലാം ഞാൻ ഒതുക്കുന്നുണ്ട്. അവൻ്റെ ഒരു ഡ്രസ്സും നിലത്തിടുന്ന് കിട്ടി. ഇനിയാണ് ദൈവമേ ഞാൻ ആ സൈഡിൽ നിന്ന്, അതായത് നമ്മുടെ ബെഡിൻ്റെ അരുവത്തില്ല, അവിടെ നിന്ന് എടുത്ത അത്രയും പ്ലാസ്റ്റിക്കും കവറുകളാണ് കേട്ടോ ഇത് ഈ കാണുന്നത്. നമ്മൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഹിഡനായിട്ട് സൂക്ഷിച്ചു വെക്കത്തില്ലേ, അതേപോലെ സൂക്ഷിച്ചു വെച്ച പോലെയാണ് ഈ പ്ലാസ്റ്റിക് കവറുകളൊക്കെ അവൻ്റെ കട്ടൻ്റെ അടിയിൽ നിന്ന് കിട്ടിയത്. എന്തുമാത്രമാണ് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ലേസിൻ്റെ പാക്കറ്റ്, അതേപോലെ മുറുക്കിൻ്റെ പാക്കറ്റ്, കുർക്കുറെ, പിന്നെ പക്കാവട, അങ്ങനെ നിറയെ സാധനങ്ങൾ. ഇപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, ഇവൻ എന്തുകൊണ്ടാണ് വണ്ണം വെച്ച് വരുന്നതെന്ന്. ഇതുവരെ ഞാൻ കഴിക്കുന്നതന്നെയല്ലേ ഇവനും കഴിക്കുന്നത്, വീട്ടുകാർ കഴിക്കുന്നതല്ലേ ഇവനും കഴിക്കുന്നത്. ഞാൻ ആലോചിച്ചിരുന്ന വേണ്ടി ഞാൻ മണ്ടി. പക്ഷെ ഇപ്പോഴാണ് കേസ് ഇതിന്റെ സീക്രട്ട് ഫുഡ് ഞാൻ കണ്ടുപിടിച്ചത്. എന്തായാലും കൊള്ളാം. അതൊക്കെ പിറക്കിയെടുത്ത് ഞാൻ ആ ബാസ്ക്കറ്റിലോട്ട് തട്ടിയിട്ടുണ്ട്. ഇവനിവിടെ എങ്ങനെ ജീവിച്ചെന്ന് എനിക്ക് മനസ്സിലാവണല്ലോ കേട്ടാ. എനിക്കിടയ്ക്ക് മൂക്കൊലിപ്പ് തുടങ്ങി, ജലദോഷം തുടങ്ങി.
ഇവിടെ കോരി ഞാൻ മുമ്പിൽ കാണുന്നില്ലെന്നേ. ഇതിനെ നമുക്ക് ലാസ്റ്റ് എടുത്ത് കളയാം. ഇനി അപ്പുറത്തെ സൈഡിൽ എന്താ പറയാൻ നോക്കട്ടെ. അപ്പുറത്ത് ഇതുപോലൊരു ബെഡിൻ്റെ ആ ഒരു ഏരിയ ഉണ്ടല്ലോ, ആ ഒരു ഏരിയ. ഞാൻ അവിടെ നിന്ന് എന്തൊക്കെയാ വരുന്നതെന്ന് നോക്കട്ടെ. അങ്ങനെ ഞാൻ ഈ സൈഡിലോട്ടുള്ള യുദ്ധവും തുടങ്ങി കേട്ടോ. പക്ഷെ 2 പില്ലോ താഴെ കിടപ്പുണ്ടായിരുന്നു, കുഴപ്പമില്ല. പക്ഷെ ഇതിൻ്റെ അടിയിൽ നിന്ന് ഞാൻ തപ്പിയെടുത്ത് നോക്കിയപ്പോഴും ഒരു സാധനം പോലും കിട്ടിയിട്ടില്ല, ഭാഗ്യവശാൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സഞ്ചി കൂടുതൽ റൈറ്റ് സൈഡിലാണ് കിടക്കുന്നത്. അപ്പോൾ അവന് കൈ എത്തുന്ന ഭാഗത്ത് അസസ് ആവുന്ന സ്ഥലത്ത് നിന്ന് ഉള്ള ഫുഡ് എടുക്കുക, നിലത്തോട്ട് പ്ലാസ്റ്റിക് കവർ ഇടുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. ഇപ്പുറത്തെ സൈഡിൽ എന്തായാലും സേഫാണ്. അങ്ങനെ ഞാൻ എല്ലാം കൂടെ എടുത്ത് തൂത്തുവാരി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഇപ്രാവശ്യം ഈ വക സാധനം എല്ലാം കൂടെ ഞാൻ കാട്ടിക്കളഞ്ഞിട്ടുണ്ട്. എൻ്റെ ദൈവമേ. അപ്പോൾ ഗൈസ്, എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ അവൻ്റെ റൂമിൽ നിന്ന് ഇത് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി ഒന്ന് ബാക്കി പരിപാടി നോക്കണം. അപ്പോൾ ഇതൊന്ന് ഞാൻ കളഞ്ഞ് തട്ടിയിട്ട് വരാം. ദേ ഈ ഫോട്ടോസ് ഉണ്ടല്ലോ, ഇതൊക്കെ ഞാനൊരു സമയത്ത് കൊടുത്ത കേട്ടോ. അയ്യോ, അന്ന് എനിക്ക് പ്രേമത്തിന് ഭയങ്കര പ്രാന്തായിരുന്നു. ആ സമയത്ത് കൊടുത്ത ഫോട്ടോസുകളാണ് ദേ ഇതൊക്കെ. ഇപ്പം അതിലെല്ലാം നിറച്ചും പൊടി പിടിച്ച് കിടക്കുന്ന കണ്ടപ്പോൾ എനിക്ക് സഹിച്ചില്ല. എന്നാൽ പിന്നെ അതും കൂടെ തൂത്തേക്കാം, അതിന് തടയിരിക്കുന്ന ടേബിളും കൂടെ തൂത്തേക്കാം. പിന്നെ ദേ ഈ ഒരു ഗ്ലാസ് എനിക്ക് പ്രൊമോഷൻ വന്നതാണ്. എനിക്കൊന്ന് വീഡിയോ ഇട്ടിട്ടില്ലാന്ന് തോന്നുന്നു, പക്ഷേ ആസ് സൂൺ ആസ് ഞാൻ ആ വീഡിയോ ഇടും. പക്ഷേ ഇതൊന്ന് വൃത്തിയാക്കി. പിന്നെ ആ കിടക്കുന്നതിൻ്റെ തലയുടെ മേളിൽ അവിടെ എല്ലാം നിറച്ചും പൊടി പിടിച്ച് ഇങ്ങനെ കിടക്കുമായിരുന്നു. പിന്നെ അവിടെയും കൂടി ഒന്ന് തൂത്ത് വൃത്തിയാക്കി. കാരണം ഈ തുമ്മലുള്ളത് കൊണ്ട് എനിക്ക് എവിടുന്നാണ് ഈ പൊടി വന്നിട്ട് തുമ്മാന്ന് എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് അവിടെ ഇവിടെ എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ അതെല്ലാം അങ്ങോട്ട് സൈഡാതി ഒതുക്കി. പിന്നെ 2 ലൈറ്റും എന്തായാലും ഇനി ഇതും കൂടെ ഉള്ളൂ. എന്നാൽ പിന്നെ അതും കൂടി ഒന്ന് ചെയ്ത് വെച്ചേക്കാന്ന് വിചാരിച്ച്. പിന്നെ ഒരു വലിയ കണ്ണാടി ഉണ്ട് കേട്ടോ. ഈ കണ്ണാടിയിലാണ് മിക്കവാറും നമ്മളെല്ലാവരും ഒരുങ്ങുന്നത്. അപ്പോൾ ഈ കണ്ണാടിയിലും കുറച്ച് പൊടിയൊക്കെ ആയിരുന്നു. പക്ഷേ എവിടെയോ ആ ലൈറ്റ് തൂത്തപ്പം എൻ്റെ കണ്ണിൽ എവിടെയോ ഒരു പൊടി പോയി. കുഴപ്പമില്ല, എന്നാലും ഞാൻ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്ത്. അങ്ങനെ നമ്മൾ അടിച്ചു വാരി ഇവിടെ എല്ലാം ക്ലീൻ ആക്കി സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഒന്ന് തുടച്ചെടുക്കാം. അപ്പം അതും കൂടെ കഴിഞ്ഞ് നമ്മൾ ബെഡ്ഷീറ്റ് വേറെ മാറാനായിട്ട് ഇപ്പം ഇല്ല. അപ്പോൾ നമ്മൾ വേറെ ഒന്ന് അലക്കാൻ വേണ്ടി ഞാൻ വാഷിംഗ് മെഷീനിനകത്ത് കൊണ്ടിട്ടിട്ടുണ്ട്. അപ്പോൾ അത് വരുമ്പോൾ അതൊന്ന് ഉണങ്ങി കിട്ടുമ്പോഴേക്കും നമുക്ക് ബെഡ്ഷീറ്റ് ഇടാം. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒന്ന് തുടച്ചെടുക്കാം. എവിടുന്നാണോ എനിക്ക് ഇത്ര എനർജി വരുന്നതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. പക്ഷെ ഇതൊക്കെ വൃത്തിയാക്കി ഇട്ട് കഴിഞ്ഞിട്ട് ചിലപ്പം ഒരുപക്ഷെ അപ്രിസിയേഷൻ കിട്ടിയാലോ, അല്ലെങ്കിൽ അവൻ കയറി വരുമ്പോൾ ഒന്ന് സന്തോഷമായാലോ, നല്ല രസമുണ്ട്, അടിപൊളി എന്നൊക്കെ പറയുമ്പോൾ ഒരു ഫീലുണ്ടല്ലോ, അത് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന എഫേർട്ടാണ്. അറിയത്തില്ല, പക്ഷേ എപ്പോഴും എല്ലാവർക്കും ഇതുപോലെ അപ്രിസിയേഷൻ ഒന്നും കിട്ടണമെന്നില്ല. പക്ഷേ എങ്കിൽ പോലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വൃത്തിയായിട്ട് അടിപൊളിയായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിനൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെന്നേ. ഈ സോഷ്യൽ മീഡിയയിലുള്ള എല്ലാ ആൾക്കാരും പറയാറില്ലേ, റിയൽ അല്ല റീല്, റീലല്ല റിയൽ ലൈഫ് എന്നൊക്കെ. അതൊക്കെ ഇതൊക്കെ തന്നെയാണെന്നേ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ വ്ളോഗ് തുടങ്ങിയപ്പോഴാണ് ആലോചിച്ചത്, ഓക്കെ എങ്കിൽ പിന്നെ എൻ്റെ റിയൽ ആയിട്ടുള്ള ലൈഫ് കാണിച്ചു തരാമെന്ന്. ആക്ച്വലി ഇതൊന്നും സങ്കടപ്പെട്ട് ചെയ്യുന്നതല്ല കേട്ടോ, ഇതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന. അപ്പോൾ ആ പ്രളയം വന്നതോടുകൂടി എൻ്റെ ലൈഫിൽ ആകെ ഒരു ചേഞ്ച് ആയി. വേറൊന്നും അല്ല, ഞാനിപ്പോൾ എന്തൊക്കെയോ എൻ്റെ കാര്യങ്ങളൊക്കെ വ്ളോഗിലിട്ട് തുടങ്ങി. അപ്പോൾ ഇനി വ്ളോഗ് ആരും മിസ് ചെയ്യരുത്. കാരണം എന്താണ് എൻ്റെ ലൈഫിൽ നടക്കുന്നത്, എങ്ങനെയാണ് എൻ്റെ ലൈഫ് പോകുന്നതെന്നൊക്കെ റിയൽ ആയിട്ട് ഞാനിപ്പോൾ വ്ളോഗിൽ ഇടുന്നുണ്ട്. പക്ഷേ എല്ലാം ഇത്രയും ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഇടുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ഇതുവരെ ഇട്ടിട്ടില്ല. പക്ഷെ ഇപ്പോഴാണ് ഞാൻ ഇതൊക്കെ തുടങ്ങിയത് കൊണ്ട് എന്താണെന്നറിയില്ല, ചെയ്യുന്ന കാര്യത്തിൽ നമ്മളൊരു എഫേർട്ട് എടുക്കുന്നത് മറ്റുള്ളവർക്കും കൂടെ ഒരു ഹെൽപ്പ് ആവുമെങ്കിൽ, അത് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമെങ്കിൽ ശരി എന്നാൽ കിടക്കട്ടെ എന്ന് ഞാനും ആലോചിച്ചു. ഇതിൽ എന്താണ് ഹെൽപ്പ് എന്നുള്ളതല്ലേ. ചില ആൾക്കാർക്ക് മടിയുണ്ടെന്നേ, നമ്മുടെ റൂം ക്ലീൻ ആക്കുക, നമ്മുടെ റൂമൊക്കെ വൃത്തിയായിട്ടിരിക്കുക, അത് നമ്മുടെ അമ്മമാർ തന്നെ ചെയ്യേണ്ട ഒരു എഫേർട്ടാണ്, അമ്മമാർ തന്നെ പണിയെടുക്കേണ്ട ഒരു കാര്യമാണെന്നൊക്കെ. പക്ഷെ അങ്ങനെയൊന്നും അല്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാനിതൊരു ഹെൽപ്പ് എന്ന് ഉദ്ദേശിച്ചത്. സത്യം. ഇനി ഒരു പ്രാവശ്യം കൂടെ ഒന്ന് തൂക്കണം, ഇതൊന്ന് ഉണങ്ങട്ടെ ആദ്യം, അപ്പോഴേക്കും ഞാൻ റെസ്റ്റ്. യെസ്. പിന്നെ അവൻ്റെ റൂമിൽ 2 ചെടികളുണ്ട്. എനിക്ക് ചെടികളെയൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്നേ. അപ്പോൾ ഈ ചെടിക്ക് വെള്ളവും കൊടുത്ത് അതിന് ഫുഡും കൊടുത്ത് ഞാൻ അങ്ങ് അവസാനിപ്പിച്ച് കാലാശക്കോട്ട കേസ്. അപ്പോൾ ഗൈസ്, ഇത് കാണുന്നത് നിങ്ങളോടാണ്. നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ എഫേർട്ട് എടുക്കുന്ന ഓരോരുത്തർക്കും ഹാറ്റ്സ് ഓഫ്. കാരണം അമ്മമാരാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ വീട്ടിൽ ഇതുപോലെ ക്ലീനാക്കി വൃത്തിയാക്കി ഇടുക. അന്നേരം ആ സമയത്തൊന്നും നമ്മളിങ്ങനെ കാലൊക്കെ പൊക്കി ഇങ്ങനെ കൊടുക്കും, ചെരുപ്പൊക്കെ മാറ്റിയിട്ട് കൊടുക്കും. പക്ഷേ ഇതൊന്നും ചെയ്തപ്പോൾ ഉണ്ടല്ല എൻ്റെ അള്ളിയ. അതേപോലെ ഗൈസ്, എൻ്റെ വ്ളോഗ് ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഉള്ള ടാസ്ക് എന്ന് പറയുന്നത് ഒരു ബാത്റൂമാണ്. അത് ഞാൻ പിന്നെ ഡേ 2 അല്ലെങ്കിൽ അടുത്ത ദിവസം എല്ലാം ചെയ്യിക്കൊണ്ടിരുന്ന വയ്യ. വേറൊന്നുമല്ല, കുറേ നാൾക്ക് ശേഷമാണെന്നേ ഞാനിപ്പോൾ ഇതൊന്ന് ക്ലീൻ ആക്കുന്നത്. ഒരുപാട് ദിവസം കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് വന്നിട്ട്
അപ്പോൾ നരൂട്ടോ ഉള്ളത് കൊണ്ടാണ് ഏറ്റവും കൂടുതൽ പാട്. റൂമിൽ നരൂട്ടോനെ കെട്ടുന്നത് കാരണം വയ്യ, ഒട്ടും പറ്റുന്നില്ല. പിന്നെ ഇപ്പോൾ ഒരുവിധമൊക്കെ ക്ലീൻ ആയി. സോ ഐ എം സോ ഹാപ്പി. എനിക്ക് ഇങ്ങനെ കിടക്കുന്ന ഒരു റൂമാണ് ഭയങ്കര ഇഷ്ടം. ഒത്തിരി അങ്ങനെ ഇറ്റുപൊടിയൊന്നും അങ്ങനെയൊന്നുമല്ല, ഇറ്റുപൊടി ഇരുന്നാലും കുഴപ്പമുണ്ട് അങ്ങനെയൊന്നുമല്ല. പക്ഷെ എങ്കിലും നമ്മുടെ വീട്ടിൽ നമ്മുടെ റൂം അടിപൊളി ഫ്രഷായിട്ട് ഇതായിട്ടിരിക്കുമ്പോൾ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണെന്ന്. അങ്ങനെ കേസ് നമ്മൾ വൃത്തിയാക്കിയ റൂമിൽ കൂടി ഒരു കറക്കം കറങ്ങാന്നൊക്കെ പറഞ്ഞാൽ അതിൽ കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ, വാവ്, അതൊന്ന് എക്സ്പ്ലോർ ചെയ്താട്ടോ ഞാനിപ്പോൾ ഈ കാണിക്കുന്നത്. എനിക്കങ്ങ് ഭയങ്കര സന്തോഷമായി, എന്താണെന്നറിയത്തില്ല. ഹോ, ഒരാശ്വാസം, ഒരു സുഖം. വ്ളോഗ് എടുക്കുന്നവർ സമ്മതിക്കണം. ശരിക്കും പറഞ്ഞാൽ എനിക്ക് കാര്യമായിട്ടൊന്നും അറിയത്തില്ല. ഞാനിങ്ങനെ ഓരോ വിഷ്വലൊക്കെ ഇങ്ങനെ ക്യാപ്ചർ ചെയ്യുന്നു. പിന്നെ തെറ്റും കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കെ. കഴിഞ്ഞ പ്രാവശ്യം കോപ്പറേറ്റ് കിട്ടുമെന്ന് വെച്ചിട്ട് ഒരാൾ എനിക്ക് പറഞ്ഞു തന്നപ്പോൾ ഓക്കെ, ഇപ്രാവശ്യം പാട്ടൊന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പം ഇതാണ് എൻ്റെ ഇന്നത്തെ ക്ലീനിങ്ങിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട്. അപ്പോൾ ഇന്നത്തെ ഈ വ്ളോഗ് ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിൽ കാണുന്ന ബെല്ലൊക്കെ ടക്കിന്ന് അടിച്ച് പൊട്ടിക്കുക. അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ മൈ നെക്സ്റ്റ് വ്ളോഗ്. ആൻഡ് ബൈ ബൈ.